ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, സുവിശേഷീകരണം ആധുനിക യുഗത്തിൽ വളരെയധികം പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്നതായ ഈ അവസരത്തിൽ മീഡിയയിലൂടെയുള്ള സുവിശേഷീകരണത്തിൽ നമുക്കും ഒരു ഭാഗവാക്കായി തീരുവാൻ ദൈവം ഇടയാക്കിയതിനാൽ മുന്നമേ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. വിശുദ്ധ കന്യാമറിയാമിലൂടെ ദൈവത്തിൻ്റെ മാലാഖയുടെ അറിയിപ്പിനാൽ ഈ ലോകത്തിലേക്ക് ദൈവപുത്രനെ അയക്കുമെന്നും അവൻ ഈ ലോകത്തിൽ മനുഷ്യകുലത്തിൻ്റെ പാപത്തെ അകറ്റി സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടർത്തി ദൈവിക അംശത്തിലേക്ക് നമ്മെ മാറ്റുന്നതായ അവസ്ഥയ്ക്കാണല്ലോ മനുഷ്യാവതാര രഹസ്യമെന്ന് പറയുന്നത്. ഈ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ പൂർത്തീകരണമാണ് കാൽവറിയിലെ ക്രൂശ്. ആ ക്രൂശിനെ മനുഷ്യ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന വഴിയാണ് സുവിശേഷീകരണം. കാൽവറിയിലെ ക്രൂശിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ആ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതാണല്ലോ സദ്വാർത്ത. ആ സദ്വാർത്ത മലങ്കര TV-യിലൂടെ അനേകരെ ദൈവത്വങ്കിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അതാണ് നമ്മുടെയും സദ്വാർത്ത. ഈ ലോകത്തിൽ കാണുന്നത് എല്ലാം അഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം ഒരിക്കലും അഴിഞ്ഞു പോകുകയില്ല. ഈ തിരുവചനം മുൻനിർത്തിക്കൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ, ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ദൈവിക കൃപകളും അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം കേൾവി മുഖാന്തരം നിങ്ങളെ ദൈവം 30, 60, 100 മേനിയായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സത്യവചനത്തിൽ നമ്മോടൊപ്പം ഉള്ളത് ഇത്രയും ബഹുമാനപ്പെട്ട തോമസ് പള്ളിയാമ്പലച്ചനാണ്. ഈ തിരുവചനം ശ്രവിച്ചുകൊണ്ട് നമ്മെ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. എല്ലാവിധമായ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം നമ്മിൽ ചൊരിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ച് നമുക്ക് തിരുവചനത്തിലേക്ക് കടക്കാം. ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, എന്നും ജീവിക്കുന്നവനായ യേശുമിശിഹായുടെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. നോർത്ത് അമേരിക്കൻ യാക്കോബായ സുറിയാനി സഭയിലെ ദൈവമക്കളുടെയും ലോകം മുഴുവനുമുള്ള എല്ലാ ദൈവ മക്കളുടെയും ആത്മീക ഭൗതിക വളർച്ചയ്ക്ക് വേണ്ടി അഭിനന്ദ മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് എൽദോ മോർത്തീത്തോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ പ്രത്യേക താല്പര്യത്തിലും അനുഗ്രഹാശിസുകളോടെയും മലങ്കര TV എന്ന പേരിൽ ഈ പ്രക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായി ഞാൻ മനസ്സിലാക്കുകയാണ്. ഭൗതികമായി ഒത്തിരി വളർന്ന് എന്നാൽ ആത്മീയമായി പലപ്പോഴും ആഗ്രഹിക്കുന്ന തരത്തിൽ വളരാനാകാത്ത സാഹചര്യത്തിലിരിക്കുന്ന ഈ രാജ്യത്തുള്ള ദൈവമക്കളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരത്തെ, ആത്മീയ വളർച്ചയ്ക്കുള്ള ദാഹത്തെ ദൈവം കണ്ടറിഞ്ഞ് തൻ്റെ മഹാപുരോഹിതന്മാരിലൂടെ, കാലാകാലങ്ങളിൽ അഭിഷിക്തന്മാരിലൂടെ, തൻ്റെ മക്കളിലൂടെ സഭയെ പോറ്റിപ്പുലർത്തി വളർത്തി വലുതാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ നടത്തിപ്പ് നമുക്ക് ഏത് കാലഘട്ടത്തിലും കാണുവാനായിട്ട് കഴിയും. തീർച്ചയായും ഈ ദിവസങ്ങളിൽ നാം കേൾക്കപ്പെടുന്ന വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ആത്മപരിശോധന നടത്തുക. എവിടെയാണ് പാളിച്ചു വെച്ചത്? എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ വഴിതെറ്റി പോകാനിടയാകുന്നത്? എന്തുകൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടാത്തത്? ഒരു ദൈവാനുഭവത്തിലേക്ക് വളരുവാൻ പലപ്പോഴും എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമുക്ക് ഒരു പരിശോധന നടത്തി ചില നല്ല തീരുമാനം എടുക്കുക, പോകേണ്ട വഴിയിലേക്ക് പോകുക. ഈ തിരുവചനം കേൾവി
തുടർച്ചയായി കേൾക്കുന്നത് വഴി ദൈവമക്കൾക്കിടയാകട്ടെ എന്ന് വളരെ വിനയത്തോടും ആത്മാർത്ഥതയോടും കൂടെ ബലഹീനായ ഞാനും നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. സഭയെ ഉത്ഥാനം ചെയ്ത കർത്താവ് ഫലമേൽപ്പിച്ച പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത്, ചുമതല എന്ന് പറയുന്നത് സുവിശേഷീകരണം. ഉത്ഥാനം ചെയ്ത കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരെ വിളിച്ചു ചേർത്ത് അവരോട് വളരെ ശക്തമായി പറയുന്നത്, നിങ്ങൾ ലോകത്തിലെമ്പാടും പോയി സൃഷ്ടി മുഴുവനോടും ലോകം മുഴുവനോടും സുവിശേഷം പ്രഘോഷിപ്പിൻ എന്നാണ്. ദ പ്രൊക്ലമേഷൻ ഓഫ് ദ ഗുഡ് ന്യൂസ്. അതാണ് സഭയുടെ പരമപ്രധാനമായ ലക്ഷ്യം, പരമപ്രധാനമായ കർത്തവ്യം. എന്താണ് സുവിശേഷം? ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ, ഓരോ രാജ്യത്തെയും ഓരോ ദൈവമക്കളെയും നിത്യരാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുവാനായി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചു തന്ന് ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്ന തെറ്റിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് സ്വന്തം ശരീരത്തിൽ ആ പീഡനങ്ങൾ മുഴുവൻ സംഭവിച്ച് നാം ഏൽക്കേണ്ട ശിക്ഷയിൽ നിന്ന് നമ്മെ ഒഴിവാക്കുന്ന ഒരു ദൈവപുത്രനുണ്ട്. അവൻ മരണത്തെ തോൽപ്പിച്ചവനാണ്. മരണത്തിന് അവനെ അടിച്ച് അമർത്താൻ കഴിഞ്ഞില്ല. അവൻ മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്ത് ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന സത്യം ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ടത് ദൈവമക്കളുടെ ബാധ്യതയാണ്. കർത്താവിന്റെ അപ്പോസ്തലന്മാരുടെ ബാധ്യതയാണ്. അപ്പോസ്തല പിന്തുടർക്കാരുടെ ബാധ്യതയാണ്. പക്ഷേ ഈ കാര്യത്തിൽ നമ്മുടെ സഭയിൽ പലപ്പോഴും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്നത് ഒരു സംശയകരമായ കാര്യമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, എന്നെ അതുപോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന പിതാവായ എൽദോമോർ തീത്തോസ് തിരുമേനി വളരെ ശക്തമായ ദർശനത്തോടെ, ഉൾക്കാഴ്ചയോടെ ഇങ്ങനെയൊരു പ്രോഗ്രാം, ഇങ്ങനെയൊരു ആത്മീക വാർത്ത ചാനലായി തന്നെ വളരെ തക്കവണ്ണം ഉള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതിൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പിന്നെ പിതാവിനെയും ഈ ഭദ്രാസനത്തെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ച് ആത്മീക വളർച്ചയുള്ളവരാക്കി തീർക്കട്ടെ എന്ന് മാത്രമേ ഈ ബലഹീനന് നിങ്ങളോടൊത്ത് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നുള്ളൂ. തീർച്ചയായും കർത്താവ് തൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ തൻ്റെ സഭയിലെ മക്കളോട് കണക്ക് ചോദിക്കുമ്പോൾ, തൻ്റെ അഭിഷിക്തന്മാരുടെ കണക്ക് ചോദിക്കുമ്പോൾ, മകനെ ഞാൻ നിന്നെ 10 താലന്ത് ഏൽപ്പിച്ചു, നീ വേറെ 10 കൂടെ നേടി എന്ന് പറയുന്ന അനുഗ്രഹീതമായ ശബ്ദം കേൾക്കുവാൻ അഭിനന്ദ പിതാക്കന്മാർക്ക്, കർത്താവിൻ്റെ അഭിഷിക്തദാസന്മാർക്ക് നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ എല്ലാവിധ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹത്തിനും അഭൂർത്തിക്കും വേണ്ടി ദൈവമക്കൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. ഈ പ്രോഗ്രാം തുടർച്ചയായിട്ട് നിങ്ങൾ കാണുകയും മറ്റുള്ളവരെ കൂടെ ഇതിലേക്ക് ആകർഷിച്ച് അവരും ഇതിൽ പങ്കാളികളായി കർത്താവിൻ്റെ സുവിശേഷീകരണത്തിൽ നമ്മുടെ ചുമതല എന്താണെന്ന കാര്യം നാം അറിയുകയും അതോടൊപ്പം തന്നെ നമുക്ക് വ്യക്തിപരമായ വിശുദ്ധ ജീവിതം നയിക്കുന്നവരായി ആത്മീയ വളർച്ചയുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ എഫെസ്യ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് യേശുക്രിസ്തു എന്ന തലയോളം എല്ലാ മേഖലകളിലും വളർച്ച പ്രാപിക്കുവാൻ ഈ തിരുവചന കേൾവി നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളോടൊപ്പം വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ തുടർച്ചയായി ചില തിരുവചന ഭാഗം ആഴത്തിൽ പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ച് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ശ്രദ്ധയോടെ കാതോർത്തിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധയായ ദൈവമാതാവിൻ്റെയും നമ്മുടെ എല്ലാ കാവൽപിതാക്കന്മാരുടെയും കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചിട്ടുള്ള, ബലിയർപ്പിച്ച എല്ലാ പരിശുദ്ധ പിതാക്കന്മാരുടെ, സഹോദരന്മാരുടെ, സുവിശേഷകന്മാരുടെ ഒക്കെ വിലപ്പെട്ട മാധ്യസ്ഥവും പ്രാർത്ഥനയും ഈ ശുശ്രൂഷയ്ക്ക് വലിയ താങ്ങും കാവലും കോട്ടയമായി തീരട്ടെ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം എടുക്കുവാനായിട്ട് കർത്താവിൽ പ്രത്യാശിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം
രണ്ടാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പിന്നെയോ നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുകയും. അങ്ങനെയായാൽ ദൈവഹിതം എന്താണെന്നും നല്ലതും പ്രീതിജനകമായതും പരിപൂർണമായതും എന്താണെന്നും വിവേചിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കി കണ്ണുകടിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങളെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുന്ന് സഭയെ പരിമേൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം ലോകം മുഴുവനും സുവിശേഷം അറിയിച്ച് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാൻ, ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുവാൻ അവിടുന്ന് പരിമേൽപ്പിച്ചിരിക്കുന്ന ചുമതല നിർവഹിപ്പാൻ കോണം ഇങ്ങനൊരു മാധ്യമം, ഇങ്ങനൊരു സാഹചര്യം അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന വലിയ സ്നേഹത്തിനായി, വലിയ കരുതലിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അതിനായി മുൻകൈയെടുത്ത അങ്ങയുടെ വന്യ മഹാപുരോഹിതനെ, കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരെയും, എല്ലാ സഹോദരങ്ങളെയും താവെ തീർക്കറിഞ്ഞിട്ട് വാഴ്ത്തണമേ. ഈ ശുശ്രൂഷ കൂടുതൽ അഭിവൃദ്ധിപ്പെടുവാൻ, കൂടുതൽ ആത്മാക്കൾക്ക് ദൈവിക ഉൾക്കാഴ്ചയും ആത്മീക വളർച്ചയും ഉണ്ടാകുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, കേട്ട വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുവാനും പറയുന്നത് അനുസരിക്കുവാനും ഉള്ള വിനയമുള്ള എളിമയുള്ളൊരു മനസ്സ് ദൈവമേ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന കുറവുകളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. പാപത്തോട് യാത്ര പറയുവാൻ, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധരായിരിക്കുമെന്ന അങ്ങയുടെ ആ വലിയ ആഗ്രഹത്തെ, ആ വലിയ നിർദ്ദേശത്തെ എല്ലാ ദിവസവും ഓർത്ത് ധ്യാനിച്ച് കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരുവാൻ ഈ തിരുവചന കേൾവി മുഖാന്തരമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായി നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവായ ദൈവമേ, അടിയൻ്റെ കുറവുകളും പാപങ്ങളും ഓർക്കല്ലേ. എൻ്റെ മക്കൾക്ക് വേണ്ടി ബലഹീന അടിയനെ അവിടുന്ന് ഉപയോഗിക്കണമേ. നാവിനെയും ശരീരത്തെ, ചിന്തകളെ, ആത്മാവിനെ, മനസ്സിനെ എല്ലാം ശുദ്ധീകരിക്കണമേ. താവയത്തിലേക്ക് കൊണ്ട് കഴുകി ക്രൂശിനെ മുകളിൽ ചേർത്ത് നിർത്തി ബലഹീനാടിയനിലൂടെ അവിടുന്ന് സംസാരിക്കണം. എൻ്റെ മക്കളെ ആത്മീയമായ വളർച്ചയുള്ളവരാക്കണം. പ്രാർത്ഥനയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും പ്രത്യേക പരിശുദ്ധനായ മോറാഫ്രയും പിതാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമുട്ടുകളുടെയും മാധ്യസം ഞങ്ങൾക്കതിന് സഹായമായി തീരണമേ. സർവ്വ ഞങ്ങൾക്ക് ആജ്യം തന്ന യേശുമിശിഹായുടെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്ന നാഥ, ദൈവയുടെ അടുത്തരങ്ങൾ മാറാകണമേ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമയിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി എഴുതിയ ഒരെഴുത്തിലെ വളരെ പ്രാധാന്യമേറിയ, പ്രത്യേകിച്ചും പ്രായോഗിക ജീവിതത്തിൽ ഓരോ ക്രിസ്ത്യാനികളും ഓരോ ദൈവമക്കളും എന്നും പാലിച്ചിരിക്കേണ്ട പ്രായോഗികമായ കുറേ നിർദ്ദേശങ്ങളാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ അദ്ദേഹം എഴുതി ചേർക്കുന്നത്. ആ അധ്യായം പഠിക്കുമ്പോൾ ഈ സഹോദരങ്ങളെ നമുക്ക് വലിയ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകും. കർത്താവ് നമ്മെ ഒരു ചുമതല ഏൽപ്പിച്ചാൽ, ഒരു ജോലി, ഒരു ശുശ്രൂഷ, ഒരു ഉത്തരവാദിത്വം ദൈവം തന്നെ ഞങ്ങളെ പരമേൽപ്പിച്ചാൽ നാം എങ്ങനെയാണ് ആ ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരോട് നാം ഇടപെടേണ്ടത്, ആതിഥ്യ മര്യാദയുടെ ആവശ്യകത എന്താണ്, അനുഗ്രഹം എന്താണ്, മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം. കർത്താവ് നമുക്ക് പണമോ ജോലിയോ സമൂഹത്തിലെ ഉന്നത സ്ഥാനമൊക്കെ നൽകുമ്പോൾ നമ്മൾ ആരോട് ചേർന്ന് നിന്നാണ് പ്രവർത്തിക്കേണ്ടത്, ആരുടെ മനോഭാവത്തിലേക്കാണ് വളരേണ്ടത്, അതൊക്കെ ഈ അധ്യായത്തിൽ പുസ്തകനെ പൗലോസ് വളരെ ശക്തമായി എഴുതി ചേർക്കുന്നു. പ്രത്യേകിച്ചും സന്തോഷം വരുമ്പോൾ എന്ത് ചെയ്യണം, ദുഃഖം വരുമ്പോൾ എന്ത് ചെയ്യണം. ചില ആളുകൾ നമ്മോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറാൻ തുടങ്ങുമ്പോൾ നാം അവരോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പ്രിയമുള്ളവരെ, ഈ ചെറിയൊരു അധ്യായത്തിൽ ഞാൻ ചിന്തിക്കുന്നത്
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവശ്യം പ്രായോഗികമാക്കേണ്ട മിക്കവാറും കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വളരെ വിശദമായി ഈ അധ്യായത്തിൽ എഴുതുന്നുണ്ട്. അതിലെ ഒരു സെന്റൻസ് ചില ആഴ്ചകളിലൂടെ നാം ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് പഠിച്ച് പൂർത്തീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നാം വായിച്ചു കേട്ട വാക്യം ഇങ്ങനെയാണല്ലോ: Do not be conformed to the standard of this world, but change yourselves through the transformation of your mind. Then you will be able to know the will of God, what is good and what is pleasing to Him and what is perfect. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. Don't be conformed to the standard of this world. ഈ ലോകത്തിന്റെ അവസ്ഥയിലേക്ക്, ഈ ലോകത്തിന്റെ നിലവാരത്തിലേക്ക് ദൈവമക്കൾ അനുരൂപപ്പെട്ട് ജീവിക്കാനിടയാവരുത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആ വാക്യം നാം പഠിക്കാൻ ആരംഭിക്കുകയാണ് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച്. പ്രിയമുള്ളവരെ, ഈ ലോകം ആരാണ് സൃഷ്ടിച്ചത്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കരുത്. അപ്പോൾ ഈ ലോകം സൃഷ്ടിച്ചത് ആരാണ് എന്നതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. തിരുവചനം പഠിപ്പിക്കുന്നു, ദൈവമാണ് കാണപ്പെടുന്ന ലോകവും ഈ ലോകത്തിന്റെ സമസ്ത സാഹചര്യങ്ങളും ഒരുക്കിയത്. അവരാണ് സൃഷ്ടാവ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം: ആദിയിൽ ദൈവമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ഇത് ഞായറാഴ്ച പള്ളിയിലോ സൺഡേ സ്കൂളിലോ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ, അവർ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ എന്താണ് പഠിക്കുന്നത്, കോളേജിൽ ചെല്ലുമ്പോൾ എന്താണ് പഠിക്കുന്നത്? ഇതിന് നേരെ ഘടകവിരുദ്ധമായ ആശയമാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു കോസ്മിക് കാര്യം. അതൊരിക്കൽ തനിയെ പൊട്ടിത്തെറിച്ചു. ഹൈഡ്രജൻ, മീഥൈൻ, ജലബാഷ്പം, ഈ 3 ഘടകങ്ങളുണ്ട്. അതിൽ ഹൈഡ്രജൻ കോടിക്കണക്കിന് വർഷം വെള്ളത്തിൽ കിടന്ന് പരിണമിച്ചപ്പോൾ ഏകോശജീവിയായി, ബഹുകോശജീവിയായി. പിന്നെ കുറേയേറെ കോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഏകോശജീവി വളർന്ന് പരിണമിച്ച് അത് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന വലിയ മൃഗമായി മാറി. പിന്നീട് അത് കരയിൽ കയറി. ആദ്യ കാലഘട്ടത്തിൽ വാലുള്ള മാക്രി, വാലില്ലാത്ത മാക്രി, പിന്നെ വലിയ മൃഗം. പിന്നീട് അത് കരയിൽ കയറി വലിയ 4 കാലിയായി. പിന്നീട് പരിണമിച്ച് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ 4 കാലി മാറി 2 കാലിയായി. 2 കാലി പരിണമിച്ച് കുരങ്ങായി. കുരങ്ങ് പരിണമിച്ച് പിന്നെ മനുഷ്യനായി. ഇതൊക്കെ സത്യമാണ്. ഇങ്ങനെയാണ് ലോകമുണ്ടായതെന്ന് പഠിപ്പിക്കുവാനുള്ള ഇമേജസ്, ആശയങ്ങൾ, സംവിധാനങ്ങൾ ഇന്ന് ഇഷ്ടം പോലെയാണ്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, സത്യം എന്താണ്? ഏതിനാണ് പ്രാധാന്യം നാം കൊടുക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ സിദ്ധാന്തം ലോകത്തിന് മുമ്പാകെ അവതരിപ്പിച്ചത്? ചാൾസ് ഡാർവിൻ. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിൽ നിന്നാണ് ഈ ആശയം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഒരു ചോദ്യമുണ്ട്. ഈ കോസ്മിക് എഗ്ഗായിരുന്ന പ്രപഞ്ചം പൊട്ടിത്തെറിച്ചപ്പോൾ ഡാർവിൻ അവിടെ ഉണ്ടായിരുന്നു? ഇല്ല. കണ്ടിട്ട് നേരിട്ടെഴുതിയ സാക്ഷ്യമല്ലിത്. പിന്നെ ഇതെങ്ങനെ ഉണ്ടായി? അനേക ഫോസിലുകളെ, പാറക്കെട്ടുകളെ, മനുഷ്യന്റെ മൃഗങ്ങളുടെ അസ്ഥികളെ കപ്പൽ യാത്രക്കിടയിൽ, കരയാത്രക്കിടയിൽ ഈ മനുഷ്യൻ പഠിച്ച് പരീക്ഷണങ്ങളിലൂടെ ആ മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ ഒരു സിദ്ധാന്തം മാത്രമായി. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ പുസ്തകം ഒറിജിൻ ഓഫ് സ്പീഷീസിൽ ആദ്യത്തെ ഒറ്റ ചാപ്റ്ററിൽ തന്നെ 65-ലധികം തവണ അങ്ങനെയാണെന്ന് ഊഹിക്കപ്പെടുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ആയിരിക്കാം, അങ്ങനെയാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം എന്നീ വാക്കുകൾ ധാരാളം നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയ സഹോദരങ്ങളെ, അതിന്റെ അർത്ഥം എന്താണ്? ഈ മനുഷ്യൻ ആരംഭത്തിൽ തന്നെ പറയുന്ന കാര്യങ്ങളെ കുറിച്ചപ്പോൾ അദ്ദേഹത്തിന് തന്നെ ബോധ്യമില്ല, ഉറപ്പില്ല. ആയേക്കാം എന്ന് പറയുന്നതാണോ, ആണ് എന്ന് പറയുന്നതാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഏതാണ് കൂടുതൽ വിശ്വസനീയം?
പ്രിയമുള്ളവരെ, ബൈബിളിൽ ഒരിടത്തും യഹോവയായിരിക്കാം അരുളി ചെയ്യുന്നത്. ദൈവമാണെന്ന് തോന്നുന്നു അബ്രഹാമിനോട് സംസാരിച്ചത്, ദൈവമാണെന്ന് തോന്നുന്നു ആദാമിനെ യഹോവയെ സൃഷ്ടിച്ചത്. ഇങ്ങനെ അല്ല ബൈബിളിൽ നാം വായിക്കുന്നത്. പിന്നെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ ഇങ്ങനെയാണ് ഭൂമിയിൽ സൃഷ്ടിച്ചുണ്ടാക്കിയത്. സൃഷ്ടവസ്തുക്കളെല്ലാം എൻ്റെ കൈയാണ് മനഞ്ഞുണ്ടാക്കിയത്. ഇത്രയോ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. താനാണ് സൃഷ്ടിച്ചതെന്ന് അനന്തബുദ്ധിയുള്ള ദൈവം പരിമിത ബുദ്ധിയുള്ള മനുഷ്യന് മനുഷ്യമാധ്യമങ്ങളിലൂടെ വലിയ വെളിപ്പാട് കൊടുക്കുന്ന പുസ്തകമാണ് തിരുവചനം. ഞാൻ ചോദിക്കട്ടെ, നാം ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാൻ സംശയത്തിൽ അധിഷ്ഠിതമായ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ പരിമിത ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ തലച്ചോറിലുണ്ടായ തെറ്റായ ആശയത്തെ അല്ല നാം കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതിന് എതിരായി ദൈവമാണ് കുഞ്ഞെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്, ലോകം സൃഷ്ടിച്ചത് എന്നത് ശക്തമായ ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ തലച്ചോറിൽ നല്ല ബോധ്യം കൊടുക്കണം. ഇല്ലെങ്കിൽ ആ കുട്ടികൾ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ, വിദേശ നാടുകളിൽ ചെല്ലുമ്പോൾ, മറ്റു പല കുട്ടികളുമായിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ്സുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, ഇടപെടുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ വിശ്വാസം ചോർന്നു പോയേക്കാം. അവർക്കൂടെ ഉള്ളിൽ സംശയമുണ്ടാകും. ഈ ഒരു ദുഷിച്ച ചിന്ത കൊണ്ട് മാത്രം നിരീശ്വരവാദികളായ, ദൈവത്തെ തള്ളിപ്പറഞ്ഞ, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ജീവിച്ച എത്രയോ ചെറുപ്പക്കാരുടെ ജീവിതം തകർന്ന് തരിപ്പണമായ ദുരന്ത കഥകളെ കുറിച്ച് എനിക്ക് പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ തകർക്കപ്പെടാതിരിക്കാൻ ജീവിതം ആരംഭിക്കേണ്ടത് സത്യത്തിലാക്കണം. ഉറപ്പുള്ള പാറയിലായിരിക്കണം ക്രിസ്തീയ ജീവിതം കെട്ടിപ്പണിയേണ്ടത്, കുടുംബജീവിതം കെട്ടിപ്പടുക്കേണ്ടത്, സാമൂഹിക ജീവിതം കെട്ടിപ്പടുക്കേണ്ടത്. അതിനായി പ്രിയ സഹോദരങ്ങളെ, നാം ഈ വാക്യം ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ലോകം ദൈവമാണ് സൃഷ്ടിച്ചത്. ഈ ലോകം തനിയെ ഉണ്ടായി എന്ന്, ജീവൻ തനിയെ ഉണ്ടായി എന്ന് ശാസ്ത്രം പറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, മറ്റൊരു ചോദ്യമുണ്ട്. ഏതെങ്കിലും ഒരു ബുക്ക് ഷാപ്പിന്റെ മുന്നിൽ നിങ്ങൾ പോയി നിൽക്കുമ്പോൾ ആ ബുക്ക് ഷാപ്പിന്റെ ഉടമസ്ഥൻ അവിടെയുള്ള ഗ്ലോബ്, ഭൂമിയുടെ ഒരു മാതൃക, ഒരു ദിവസം താൻ കട തുറക്കാനായിട്ട് വന്നപ്പോൾ തൻ്റെ കടയുടെ മുന്നിലെ മുറ്റത്ത് നിന്ന് അത് തനിയെ ഉയർന്നു വന്നുവെന്ന് ആ മനുഷ്യൻ പറഞ്ഞാൽ തമ്മിൽ എത്ര പേര് സ്വീകരിക്കും? അദ്ദേഹത്തിന് തലയ്ക്ക് സാരമായ എന്തോ തകരാറുണ്ടെന്ന് തീർച്ച നമ്മളൊക്കെ പറയും. നോക്കുക, കേവലം ഭൂമിയുടെ ഒരു മാതൃകയായ ഗ്ലോബ് പോലും തനിയെ ഉണ്ടായി എന്ന് ബുദ്ധി സമ്മതിക്കാത്തപ്പോൾ അതിസങ്കീർണമായ ഈ ഭൂമി, പ്രപഞ്ചം, ഇതിലെ ജീവജാലങ്ങൾ, വൈവിധ്യമാർന്ന സൃഷ്ടികൾ, ഇതൊക്കെ തനിയെ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നത് വിഡ്ഢിത്തമാണ്, വങ്കത്വമാണ്. അതല്ല പ്രിയ സഹോദരങ്ങളെ വിശ്വസിക്കേണ്ടത്. ജീവനുണ്ടെങ്കിൽ ജീവനൊരു കാരണഭൂതനുണ്ട്. സൃഷ്ടവസ്തുക്കളിലുണ്ടെങ്കിൽ ഒരു സൃഷ്ടാവുണ്ട്. ഈ പ്രപഞ്ചത്തിലൊന്നും തനിയെ ഉണ്ടാകില്ല, ഏവർക്കും അറിവുള്ള കാര്യമാണ്. ഒരു മേശ തന്നെ നിങ്ങളുടെ മുറിക്കകത്തുണ്ടായി എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? എവിടെയോ നിന്ന് തടി വെട്ടിയെടുത്ത ആശാരിയുടെ മനോധർമ്മം അനുസരിച്ച് അത് ചെത്തിമിനുക്കി അത് ഈ ആശാരി പണിത് കഴിഞ്ഞപ്പോഴാണ്, സ്വന്തം ബുദ്ധി കഴിവ് ഉപയോഗിച്ചപ്പോഴാണ് അത് ഒരു മേശയുടെ രൂപത്തിലേക്ക് എത്തിച്ചേർന്നതെങ്കിൽ പ്രിയ സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഈ ഉരുണ്ട ഗോളങ്ങൾക്ക് ഒരു സൃഷ്ടാവുണ്ട്. എനിക്ക് നിങ്ങൾക്ക് ശരീരം നിർമ്മിച്ചതിന് ഒരു സൃഷ്ടാവുണ്ട്. സസ്യജാലങ്ങൾക്ക്, മൃഗജാലങ്ങൾക്ക്, പക്ഷിമൃഗാദികൾക്ക് ഒരു സൃഷ്ടാവുണ്ട്. ഒന്നും തനിയെ ഉണ്ടായി എന്ന് വിശ്വസിക്കല്ലേ, അബദ്ധമാണ്, അത് വങ്കത്വമാണ്. ജീവിതത്തെ തകർക്കാനുള്ള പൈശാചികളുടെ ആരംഭമാണ് ഇവിടെയാണ്. ഇതാ ദാവീദ് 19 സങ്കീർത്തനത്തിൽ എഴുതിയാണ്, ദൈവമേ, ആകാശവിധാനം അങ്ങയുടെ കരവിരുതിനെയാണ് പ്രസിദ്ധമാക്കുന്നത്. ആത്മീയ കാഴ്ചപ്പാടുള്ളവർക്ക് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അവിടെയുള്ള സൃഷ്ടവസ്തുക്കളുടെ പിമ്പിലെ സൃഷ്ടാവിനെ കാണാൻ കഴിയും. അത് നാം പിന്നാലെ പഠിക്കും. അടങ്ങി വരട്ടെ. ലോകം ദൈവമാണ് സൃഷ്ടിച്ചത്, ആർക്കും സംശയമില്ല. എന്നാൽ രണ്ടാമതൊരു ചോദ്യമുണ്ട്. ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ ഇന്നത്തെ അധികാരി ആരാണ്? ആ കാര്യത്തിൽ പലർക്കും സംശയമാണ്. ദൈവമാണ് ലോകം സൃഷ്ടിച്ചതെങ്കിൽ ഇത്രയേറെ അധർമ്മവും അശുദ്ധിയും അക്രമവും അനീതിയും നടന്നിട്ടും ദൈവം എന്തേ ഒന്നും ചെയ്യാത്തത്?
എന്തുമാത്രം നിരപരാധികൾ കൊല്ലപ്പെടുന്നു, എന്തുമാത്രം പിഞ്ചു കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ കൊല്ലപ്പെടുന്നു. ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കപ്പെട്ട്, ക്ലോസറ്റിൽ ഇറുക്കി താഴ്ത്തി, ഇടിച്ചു താഴ്ത്തി, ടോയ്ലറ്റിലെ മുറിയുടെ ജനലിന്റെ വെളിയിലേക്ക് തള്ളപ്പെട്ട നിലയിൽ, വാഷിംഗ് മെഷീനിൽ കറക്കിയ നിലയിൽ കൊല്ലപ്പെട്ട എത്ര കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ചരിത്രമാണ് ചുറ്റുവട്ടം നാം കേൾക്കുന്നത്. കുഞ്ഞുങ്ങളോട് പോലും കരുണയില്ലാത്തൊരു തലമുറ. സ്ത്രീകൾ ഏത് പ്രായത്തിൽപ്പെട്ടവരായാലും, കൊച്ചുകുട്ടികളായാൽ പ്രായം പോലും, വേദിയോ പ്രായമോ സാഹചര്യമോ നോക്കാതെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, മൃഗീയമായി മർദ്ദിക്കപ്പെടുന്നു. നിരപരാധികളുടെ കൈകാലുകൾ വെട്ടിമുറിക്കപ്പെടുന്നു. എന്തുമാത്രം അധർമ്മങ്ങൾ, എത്ര കോടികളുടെ കണക്ക്, എന്തുമാത്രം ചുറ്റുവട്ടങ്ങളിൽ അധർമ്മത്തിന്റെ വാർത്തകളാണ് കാണുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ കാര്യം മാത്രമല്ല, സമസ്ത ലോകവും ഇന്നിതിന്റെ പിടിയിലാണ്. ഒരു ദൈവമുണ്ടെങ്കിൽ, ദൈവമാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിന്റെ സൃഷ്ടാവെങ്കിൽ, ദൈവം എന്താ ഒന്നും ചെയ്യാത്തത്? ദൈവം എന്തുകൊണ്ട് കൈ കെട്ടി നോക്കിയിരിക്കുന്നതൊക്കെ ചില ആളുകൾ ചോദിക്കും. അച്ഛാ, എനിക്കതൊരു സംശയമുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഞാനായിരുന്നെങ്കിൽ കാണിച്ചു കൊടുത്തേനെ. നമ്മൾ വളരെ ഗീർവാണ സ്വരത്തിൽ പല കാര്യങ്ങളൊക്കെ പറയും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം നാം അറിഞ്ഞിരിക്കണം. ലോകം ദൈവമാണ് സൃഷ്ടിച്ചതെങ്കിലും ഇന്ന് ഈ ലോകത്തിന്റെ അധികാരം ദൈവത്തിന്റെ കയ്യിലല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞതല്ല, തിരുവചനം നമ്മെ പഠിപ്പിച്ച സത്യമതാണ്.